വാർത്താസമ്മേളനം നടത്തുന്നത് എം പി എന്ന നിലയിലും എം പി എന്ന രീതിയിൽ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ ഭാഗമായ അംഗമെന്ന നിലയിലുമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുനമ്പം വിഷയം പരാമർശിച്ചുകൊണ്ട് 10 മിനിറ്റിനകം താൻ പരിഹരിക്കുമല്ലോ ഈ പ്രശ്നം എന്ന് ആദ്യം പറഞ്ഞിരുന്ന പ്രശ്നം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പോണ പോക്കിൽ ഒരു തീരുമാനമെടുത്തല്ലോ. വീണ്ടും ആവർത്തിക്കുകയാണ്, പോണ പോക്കിൽ. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ ഈ മുനമ്പം ഉൾപ്പെടുന്ന ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ബാക്കി അദ്ദേഹം പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: വഖഫ് ഭൂമി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സ് ആണ്. പിന്നെ ഒരിക്കലും ഇവരെ ആർക്കും അതിൽ നിന്ന് കുടിയിറക്കാനാകില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി വീണ്ടും പറയുകയാണ് ഒരു കാര്യം. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമാണ്. മുത്തവല്ലി മാത്രമാണ് യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. ഇത് വഖഫ് ബോർഡ് തന്നെ സ്വന്തമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇന്നലെ ശ്രീ വി ഡി സതീശന്റെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമാണ് ഞാൻ കോട്ടയം. അപ്പോൾ പൊളിറ്റിക്കലി അപ്പോയിന്റ്മെന്റഡായ വഖഫ് ബോർഡ്, നോക്കൂ, ഞങ്ങൾ പുതിയ വഖഫ് ബോർഡിനെ വെച്ചിട്ടില്ല. LDF സർക്കാർ വെച്ച വഖഫ് ബോർഡ് അവർ പോകുന്ന പോക്കിൽ, വീണ്ടും ആവർത്തിക്കുകയാണ്, അരുതാത്തൊരു കാര്യം ദുരുദ്ദേശത്തോടെ ചെയ്തിരിക്കുന്നു. മുനമ്പം പോലൊരു പ്രശ്നത്തിൽ സാമുദായികമായ സ്പർദ്ധ വളർത്തിയെടുക്കുന്നതിന് ആ കസേരയിലിരുന്നു കൊണ്ട് ഇങ്ങനെയൊരു നട്ടാൽ കുരുക്കാത്ത നുണ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാൻ പാടുണ്ടോ? നട്ടാൽ കുരുക്കാത്ത നുണ. എന്താണ് ഇതിന്റെ വാസ്തവം? അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ തന്നെ ഞാൻ തുടങ്ങുകയാണ്. വഖഫ് ഭൂമി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സ് ആണ്, പിന്നെ ആർക്കും ഈ പ്രശ്നം പരിഹരിക്കാനാകില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രധാന വാദം. അപ്പോൾ അദ്ദേഹം 10 മിനിറ്റിനകം ഈ പ്രശ്നം പരിഹരിക്കാതിരിക്കാനുള്ള അദ്ദേഹത്തിന്റെ വാക്കുകടമെടുത്ത 8ന്റെ പണി കൊടുക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോഴത്തെ ഈ വഖഫ് ബോർഡ് ഇതിനെ പുതുതായി എവിടെയോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഞാൻ അതേ കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫുകളുടെ ആധികാരിക രേഖയാണ് വഖഫ് രജിസ്റ്റർ. ഒരു സംസ്ഥാനത്തെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന മുഴുവൻ വഖഫ് സ്വത്തുക്കളുടെയും ആധികാരികമായ രേഖയാണ് വഖഫ് രജിസ്റ്റർ. ആ വഖഫ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അത് വഖഫ് സ്വത്താണ്. ഈ പറയുന്ന സ്വത്ത്, ഈ പറയുന്ന മുനമ്പത്തെ ഭൂമി ഈ വഖഫ് രജിസ്റ്ററിൽ ചേർക്കപ്പെട്ടത് ഏത് ഗവൺമെന്റിന്റെ കാലത്ത്? അദ്ദേഹത്തിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ആര് പൊളിറ്റിക്കലി അപ്പോയിന്റ് ചെയ്ത വഖഫ് ബോർഡാണ് അത് ചെയ്തത്? അത് ചെയ്തത് 25/9/2019 ഡേറ്റ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുക. 25/9/2019 വീണ്ടും ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു, 25/9/2019 ഈ വഖഫ് സ്വത്തുക്കൾ, ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, മുത്തവല്ലിക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മുത്തവല്ലി ചെയ്യാതെ വഖഫ് ബോർഡ് തന്നെ സ്വന്തമായി ചെയ്തു. LDF അദ്ദേഹത്തിന്റെ സോക്കോൾഡ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് വഖഫ് ബോർഡ് ചെയ്ത എന്തോ കുറ്റമായിട്ട് ആരോപിച്ചതാണ്. മുഖ്യമന്ത്രി കസേരയിരുന്നാണ് പറയുന്നത്.